നീ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോയി എന്ന് കരുതി ഒരിക്കലും നീ നിരാശപ്പെടരുത്. ഇതിലും വലിയതൊന്ന് നിന്റെ മുൻപിൽ വരാനിരുന്നാണെന്ന് മാത്രം ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ പറയുന്നൊരു വാക്കുണ്ട്, കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്ത് കൊണ്ട് പോയി എന്ന്. കുഞ്ഞെ, ദൈവം നിനക്ക് വച്ചിരിക്കുന്ന മനോഹരമായൊരു ജീവിതമുണ്ട്. അത് കഷ്ടത്തിലൂടെയും തകർച്ചയിലൂടെയും പോകാനുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ ആത്മാർത്ഥ സ്നേഹിതരെന്ന് പറയപ്പെടുന്നവരൊക്കെ നിന്നെ ഇട്ടേച്ചു പോയത്. പക്ഷേ ആരൊക്കെ തന്നെ ഇട്ടേച്ചു പോയാലും ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ ആ ഇട്ടച്ചു പോയവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ഉയർത്തും. സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് കാപട്യ മുഖവുമായി ഒരുപാട് പേര് നമ്മളെ സമീപിക്കാറുണ്ട്. എന്നാൽ വ്യക്തമായി പറയട്ടെ, പണ്ട് കുഞ്ഞുങ്ങൾ ഓട്ടോഗ്രാഫിൽ എഴുതുമ്പോൾ ഇങ്ങനെ പറയും, ചിരിക്കുന്ന പൂവിലും വഞ്ചനയുടെ ലാഞ്ചനയുണ്ടെന്ന്. അതുകൊണ്ട് നല്ലത് ഏതെന്ന് കണ്ടെത്താൻ ഇത്തിരി പാടാണ്. അതുകൊണ്ട് ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വരല്ലേ എന്ന് പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ ദൈവഹിതമായതും ഏറ്റവും നല്ലതും ശ്രേഷ്ഠവുമായതും ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ ലോകത്തിൽ ഉന്നതരാകും. കരഞ്ഞു വിളിച്ച് ലോകത്തിന് മുമ്പിൽ തലകുനിച്ച് താടിയും മുടിയും വളർത്തി നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവം സകലത്തിനും മതിയായവനാ, സർവത്തിനും മതിയായവനാ. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.